വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇസ്രായേല്യർ പൂർവിക കാലം മുതൽ ആടുമാടുകളെ മേയ്ക്കുന്നവർ ആയിരുന്നു. കനാൻ നാട്ടിൽ വന്ന് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടപ്പോഴും അവർ ആടുമാടുകളെ സംരക്ഷിച്ചിരുന്നു. അതിനാൽ ഇടയനും ആടുകളും എന്നത് അവർക്ക് സുപരിചിതമായ ഒന്നായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് തന്നെ അനുഗമിച്ചവരോട് പറയുന്നത്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 10:7-11 വാക്യങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവും നാമും തമ്മിലുള്ള ബന്ധം ഏതു വിധത്തിൽ എന്ന് ചിന്തിക്കാം. ഒന്ന്, കർത്താവ് നമ്മെ അറിയുന്നു. യോഹന്നാൻ 10:14. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നവനാണ് നമ്മളുടെ കർത്താവ്. 3-ാം വാക്യത്തിൽ പറയുന്നത് അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നുവെന്ന്. പൗലോസ് പറയുന്നത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. 2 തിമോഥെയോസ് 2:19. ലോകപ്രകാരം നാം അവഗണിക്കപ്പെട്ടവരോ തിരസ്കരിക്കപ്പെട്ടവരോ ആയിരിക്കാം. എന്നാൽ കർത്താവ് നമ്മെ അറിയുന്നു. അവൻ നമ്മുടെ പേര് പോലും അറിയുന്നു. സാറ ഓടിച്ചുവിട്ട ഹാഗാർ മരുഭൂമിയിൽ തളർന്നിരിക്കുമ്പോൾ ഹാഗാറേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം അവളുടെ അടുക്കൽ ചെല്ലുന്നത്. കാട്ടത്തയിൽ കയറിയിരുന്ന സഖായിയോട് പറയുന്നത്, സഖായിയെ വേഗം ഇറങ്ങുക എന്ന്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്ത് നീ ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. 139 2-4 വരെ. നമ്മെ അറിയുകയും നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിക്കുകയും എല്ലാത്തിലുപരിയായി നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവ് അവൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അവൻ്റെ സന്നിധിയിൽ നിൽക്കാം, അവനെ പൂർണ്ണമായി സ്നേഹിക്കാം. 2, കർത്താവ് നമുക്ക് മുൻപായി നടക്കുന്നു. യോഹന്നാൻ 10:4. നമുക്ക് മുമ്പായി നടന്ന് ഒരു ആപത്തിലും വീഴാതെ സൂക്ഷിക്കുന്ന, വീണു പോകുമ്പോൾ കരം പിടിച്ച് നടത്തുന്ന കർത്താവ് അവൻ. ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രയിൽ അവർക്ക് മുൻപായി പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവൻ യാത്ര ചെയ്തു. നമ്മുടെ മുൻപിലുള്ള എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് നമ്മോടുകൂടി നടക്കുന്നവനാ നമ്മളുടെ കർത്താവ്. എലീശയുമായി ബന്ധപ്പെട്ട് ദൂതന്മാരുടെ കാവൽ ലഭിച്ച ഒരു സംഭവം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അരാം രാജാവിൻ്റെ സൈന്യം എലീശയെ തടവിലാക്കുന്നതിനായി വന്നപ്പോൾ അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളുമായി ഒരു വലിയ സൈന്യത്തിൻ്റെ കാവൽ എലീശയ്ക്ക് ലഭിച്ചുവെന്ന് വായിക്കുന്നത്. നാം ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ കരുതല ഈ സംഭവത്തിൽ കൂടി കാണുന്നത്. നമുക്ക് മുമ്പായി നടക്കുന്നൊരു കർത്താവ് ഉള്ളതിനാൽ ഒന്നിലും ഭയപ്പെടാതെ ധൈര്യത്തോടെ കർത്താവിനോട് കൂടെ നടക്കാം. 3, കർത്താവ് നമ്മെ തൃപ്തിപ്പെടുത്തുന്നു. യെശയ്യാ 34, യെഹെസ്കേൽ 34, 14-15 വാക്യങ്ങളിൽ യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും നല്ല കിടപ്പിടം ഒരുക്കുകയും ചെയ്യും എന്ന്. അതായത് തന്നെ അനുഗമിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവാൻ അവൻ സമ്മതിക്കില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കും നമ്മെ ദിനംതോറും നടത്തുന്നവനാ നമ്മുടെ കർത്താവ്. ഇസ്രായേൽ ജനതയ്ക്ക് 40 വർഷം സ്വർഗീയാഹാരമായ മന്നയും അതോടൊപ്പം ഇറച്ചിക്കായി കാടപ്പക്ഷികളെയും നൽകിയ ദൈവം, പാറയെ പിളർന്ന് വെള്ളം നൽകിയ ദൈവം, ഏലിയാമിന് കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും നൽകിയ ദൈവം, ആഹാരത്തിന് വകയില്ലാതെ കുടുംബമായി ഉപവസിക്കേണ്ടി വന്ന മാരാമൺ യോഹന്നാൻ ഉപദേശിയെക്കുറിച്ച് വായിച്ചത് ഓർക്കുന്നു. വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഉപദേശി നിലവിളിച്ചു, ഏലിയായിക്ക് മലങ്കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടിപ്പിച്ച ദൈവമേ എന്ന്. ഈ സമയം തൻ്റെ വസതിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാർത്തിരുന്ന ഒരാൾക്കുണ്ടായ ഉൾവിളിയാൽ പുത്രൻ്റെ കയ്യിൽ ആഹാരത്തിന് ആവശ്യമുള്ള ധാന്യവുമായി ഉപദേശിക്ക് കൊടുത്തു വിട്ടു. അതെ, ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. പുഷ്ടിയുള്ള ഗോതമ്പ് കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തുന്നവനാ നമ്മളുടെ കർത്താവ്. 4, ജീവൻ നൽകി നമ്മെ വീണ്ടെടുക്കുന്ന കർത്താവ്. യോഹന്നാൻ 10:11-15 വാക്യങ്ങൾ. ജീവൻ പോലും നമുക്ക് വേണ്ടി നൽകി നമ്മെ സ്നേഹിച്ചവനാണ് നമ്മളുടെ കർത്താവ്. യോഹന്നാൻ 3:16 പറയുന്നത്,
നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ നൽകി നമ്മെ സ്നേഹിച്ചവൻ. പൗലോസിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് ഈ സ്നേഹമായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഗലാത്യർ 2:20. നമുക്ക് വേണ്ടി ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തവനാണ് നമ്മളുടെ കർത്താവ്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്ത് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. നാം അവൻ്റെ ശബ്ദം കേൾക്കണം, അവനെ അനുഗമിക്കണം. ഒരുപക്ഷേ തിരുത്തലിൻ്റെ ശബ്ദമായിരിക്കാം അവൻ നൽകുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ കുറവുകളെ മനസ്സിലാക്കി വേണ്ട തിരുത്തലുകൾ വരുത്തി അവനെ അനുഗമിക്കണം. കർത്താവേ, നിന്റെ ശബ്ദം കേട്ട് നിന്നെ അനുഗമിപ്പാനുള്ള വിശ്വാസം എനിക്കും തരണമേ. ആമേൻ.